എന്ന് മോളെ കാണാൻ ആള് വരുന്നുണ്ടല്ലേ? ആ വന്നിങ്ങനെ പോകാന്നല്ലാതെ നിറം കമ്മിയായിട്ട് ആർക്കും പറ്റണില്ല. പോയി നോക്കട്ടെ. അടച്ചോനെ നീർക്കോലി ഇന്ന് എന്ത് കട്ടക്കാലായിട്ടാ വരുന്നത്? നീർക്കോലി എങ്ങോട്ട് കയറിയാ? അവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. എന്തേ പോകുന്നു കൂടി? ആ തന്തന്റെ കോലം കണ്ടിട്ടേ മകൾ വോൾട്ടേജ് ഉണ്ടാവും തോന്നില്ല. വരി വരി കേൾക്കലായോ? കുറിച്ചൊന്നും വന്നല്ല തുടങ്ങി. എന്താ ഇതിന് 30,000 റുപ്യ മനുഷ്യന്മാര് കാണും. തലക്ക് പിരാന്തി. ആ ചായ എടുത്ത് കുടിച്ച് അതൊന്ന് നോക്കിക്കോ. ആ നിന്റെ കുട്ടിയാണ് വണ്ടി വലിയ ദിവസം ഒരു അതപ്പില്ലാതെ ആരല്ല കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്ത് കുട്ടികള്? എന്റെ വളർത്തു ദോഷം അതൊക്കെ നിങ്ങളെ കുടുംബത്തിൽ നടക്കുള്ളൂ. നിങ്ങളതൊന്നും എന്ത് കട്ടക്കാലത്ത് വന്നു പറഞ്ഞ എഞ്ചിനീയർ പറഞ്ഞു. എനിക്ക് ചിക്കൻ ചില്ലി ഇവിടെ ചോറിന് കിട്ടിയില്ല, ഞാൻ വെള്ളം കുടിച്ചു. എടാ കല്യാണത്തിന്റെ തിരക്ക് നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ചോറൊക്കെ തേച്ചില്ലേ? അരിയാക്കണ്ട കേട്ടോ, നിങ്ങൾ കുടിച്ചോളി. ഓ അങ്ങനെയൊക്കെ തന്നെ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ കാണില്ല. ദഹിക്കാൻ മാത്രം എന്തെങ്കിലും കിട്ടണ്ടേ? ആകെ ഗ്ലാസ് വെള്ളം അവിടെ നിന്ന് ഇന്നലെ കിട്ടി. ഫുഡ് 3 പ്രാവശ്യം കഴിച്ചു, ഉഷാറായിരുന്നു. ഇച്ചിന്റെ 2 കുട്ടികൾ ഒരേ മായ. എന്റെ പെണ്ണ് കുറച്ച് നിറം കമ്മിണ്ടെന്നുള്ളൂ. അതൊക്കെ ദണ്ടച്ച് പിന്നെ എങ്ങനെ ഫുഡ് തകെ എവിടെയാണ് പാളിന്ന് അറിയില്ല. 2500 ആൾക്ക് ഭക്ഷണം പറഞ്ഞിരുന്നു, 4000 ആള് വന്നു. 1 ലക്ഷം റുപ്യ വേണം ടൈൽസിന്. ഇന്റെ അടുത്ത് 30,000 റുപ്യ ഉള്ളൂ. ആ അപ്പൊ തിരുമറിക്ക് വന്നാണ് ഞാൻ പണി തെച്ചാ നോക്കി. അന്റെ അടുത്ത് കായിലേക്ക് ആരാന്നോട് അലാക്കിന് വലിയ പരേച്ചാം. പിന്നെ എന്റെ 500 ആളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലൊരു ഇൻവിറ്റേഷൻ ഇട്ടിരുന്നു. അതിനൊന്നും ഇപ്പൊ വരാൻ ചാൻസ് ഇല്ല. അതൊന്നും ഓൾമോസ്റ്റ് എല്ലാരും വന്നു. ആരെങ്കിലും കെട്ടിക്കൊണ്ടേക്കോ. പക്ഷെ എന്റെ ചെറുക്കനെ ഒലിപ്പിച്ചിട്ട് എന്റെ പെരീക്ക് എന്റെ പെണ്ണിന് പറഞ്ഞ കച്ചി യാതൊരു താല്പര്യമില്ല. ഒളിച്ചിറക്കി പോയിക്കോ എന്റെ പെരീന്ന് പോലേറ്റി. ഞാൻ പിന്നെ നമ്മളെ ഇൻസ്റ്റാ പേജിൽ സ്റ്റോറി ഇട്ടിരുന്നു. അധികമൊന്നുമില്ല, 10,000 ആളെ കണ്ടിട്ടുള്ളൂ. എന്തിനാ സ്റ്റോറി ഇട്ട? റീൽസ് തന്നെ ഇടാറില്ലേ? കൊച്ചിനുട്ടി കോലി പറഞ്ഞിട്ട് സങ്കടമായോ? പൊട്ടി എന്തിനാ അങ്ങനെ കാട്ടിയേ? എനിക്കത് തിന്നാൻ പൂജ. ഞങ്ങളോട് ചൂടായിട്ട് എന്താ കാര്യം? നിങ്ങൾ കുറെ പറയാത്ത കല്യാണത്തിന് പോണല്ലേ, അതേപോലെ ആൾക്കാർ ഇങ്ങോട്ടും വരും. മാനം കെട്ടലാണ് ഈ കുടിയിരിപ്പ് വേഗം നടത്തണം. എന്റെ പൈസ കിട്ടുള്ളൂ. ഒരു ഉറുപ്പ്യ ഞാൻ കാണാൻ തരൂല. 1 റുപ്യ കൊണ്ടൊക്കെ എത്താ കാര്യം? എനിക്ക് ഉറുപ്പ്യനെ തരാൻ പാടില്ല. 500 കല്യാണത്തിനും പോകണം, എന്നാലും ഇതൊന്നും ബറാബറാവുള്ളൂ. ആ ഇനി വേറൊരു കാര്യം, മറ്റുള്ളവർ പറഞ്ഞ് അറിയാൻ നിൽക്കണ്ട, അത് ഞാൻ തന്നെ പറയാണ്. ഉമ്മച്ചി വിരുന്നാര് വന്നാൽ മാത്രം പൊട്ടൊക്കെ എടുക്കലുള്ളൂ. ഇനി അങ്ങനെ ചെയ്യൂല. ഇപ്പച്ചന്റെ കുട്ടിക്ക് എന്താ വേണ്ടേ? ബേക്കറി അല്ലേ? നാളെയാണ് വിരുന്ന്, നിങ്ങൾ ആരും വരരുത്. അത് എവിടെ നല്ലത് കിട്ടുന്നു വെച്ചാൽ അവിടേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകും. നമ്മൾ ഇപ്പൊ ഉള്ളത് പാണ്ടിക്കാടുള്ള കേരള ബേക്കേഴ്സിലാണ്. ഡേറ്റ്സ്, നട്സ്, ചോക്ലേറ്റ്, ലൈവ്. എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അടവിന് സാധനം കിട്ടും. ബാങ്കറൊന്നും നമുക്ക് നടക്കൂല, ഹറാമാണ്. അത് പലിശക്കല്ല. ഒരു 5 കിലോ അരി. മരോള് പോയി മഞ്ചേരി വെള്ളാമ്പുറത്തിന്റെ ടോപ്പ് 10 ഫിനിഷ് സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പ്. അതിലല്ല 2 മനുഷ്യന്മാർ എന്നെ സഹായിച്ചാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ വാങ്ങോ? പച്ചരി പച്ചരി കാക്ക ഒരു ബിസ്ക്കറ്റും തരി. അത് ആളെ പറ്റില്ല എഴുതിക്കോ. ആ എന്നാ 3-1 ആദ്യം അടച്ചാ മതി. അതിന്റെ 30,000 റുപ്യല്ലേ? അതേപോലെ വാ. ഞാൻ വാങ്ങി തരാം. വാ നടക്കേ. അങ്ങട്ടല്ല ഇങ്ങോട്ട്. ഇന്റെ വരല്ലേ? അതിന് ഏതൊക്കെയാ എവിടേക്കൊക്കെ ടൈൽസ് ഒക്കെ അറിയില്ലല്ലോ. പോയെ അതിനെ പറഞ്ഞ ഹോട്ടലിൽ ചെയ്തേങ്ങായി ഈ റിസപ്ഷനിൽ വരാനുള്ളത്. പൊട്ടന് ചെവിയും കേൾക്കും. എന്നിട്ട് പോവാന്ന്. അവിടെ 2 എഞ്ചിനീയർമാർ തുടങ്ങിയതാണ് ആ കട. എന്ത് സംശയം ലോറി പറഞ്ഞിരുമ്പോ ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് മഞ്ചേരി വെള്ളാമ്പുറത്ത്. ആരേ നിസാമ്? 2-3 ദിവസമായി പെങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൂട്ടിക്കാണി. ആദ്യത്തെ കണക്ക് 1730. ഇപ്പൊ ഇയാണോ അത്? ഇപ്പത്തെ കണക്ക് 120. ആദ്യത്തെ കണക്ക് അവിടെ നിൽക്കട്ടെ. ഇപ്പത്തെ കണക്ക് നമുക്ക് പിന്നെ എടുക്കാം. അത് ഞാനാണ്.